Hello children. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 8th ചാപ്റ്റർ ആയ ക്വാഡ്രിലാറ്ററൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ആദ്യം നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. A quadrilateral is a simple closed figure with 4 sides, 4 angles and 4 vertices. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 4 സൈഡ്സും 4 ആംഗിൾസും 4 വെർട്ടീസസും ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് അല്ലേ? അതുപോലെ ക്വാഡ്രിലാറ്ററലിന് ഒരു ആംഗിൾ സം പ്രോപ്പർട്ടി കൂടിയുണ്ട്. വൺ കോമൺ പ്രോപ്പർട്ടി ഓഫ് ഓൾ ക്വാഡ്രിലാറ്ററൽ ഈസ് ദാറ്റ് ദ സം ഓഫ് ഓൾ ദെയർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ അവിടെ കിട്ടുന്ന സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. ഇത് ട്രയാങ്കിളിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആംഗിൾസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് നോക്കാം. ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ ട്രപ്പീസിയമാണ്. ഇതാണ് ട്രപ്പീസിയം. ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. നമുക്ക് ABCD എന്ന് തന്നെ കൊടുക്കാം. ഈ ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്. അതായത് ഈ ട്രപ്പീസിയത്തിന് 2 പാരലൽ സൈഡ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ABയും CDയും അല്ലേ? നമുക്കതൊന്ന് എഴുതി നോക്കാം. AB പാരലൽ ടു CD. അടുത്ത ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണ്. ഇതിന് നമ്മൾ ABCD എന്ന് പേര് കൊടുത്തു. ABCD തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ എളുപ്പത്തിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഈ പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? 2 പെയേഴ്സ് ഓഫ് പാരലൽ സൈഡ്സ്. ഇതിന് 2 പെയേഴ്സ് ഓഫ് പാരലൽ സൈഡ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ADയും BCയും പാരലലാണ്. അതുപോലെ DCയും ABയും പാരലലാണ്. AB പാരലൽ ടു CD ആൻഡ് AD പാരലൽ ടു BC. ഇനി അടുത്ത ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 2 പെയേഴ്സ് ഓഫ് പാരലൽ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ AD എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും പാരലലായിരിക്കും. അതുപോലെ DCയും ABയും പാരലലായിരിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? ഓൾ സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, ആംഗിൾസ് ആർ 90 ഡിഗ്രി. അതായത് ഇതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലുമാണ്, പാരലലുമാണ്. അതുമാത്രമല്ല എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയുമാണ് അല്ലേ? AB ഈക്വൽസ് BC ഈക്വൽസ് CD ഈക്വൽസ് DA. AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു DA. അടുത്ത ക്വാഡ്രിലാറ്ററലാണ് റോംബസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? All sides are parallel and equal in length but angles not equal to 90 degree. അതായത് ഈ റോംബസിൻ്റെ എല്ലാ സൈഡ്സും പാരലലുമാണ്, അതുപോലെ ഈക്വലുമാണ്. ലെങ്ത്തിൽ ഈക്വലുമാണ്, പക്ഷെ ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കത്തില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. AB parallel to CD, AB equal to BC equal to CD equal to DA. കൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അഡ്ജസൻ്റ് സൈഡ്സ് ആർ ഈക്വൽ ബട്ട് നോട്ട് പാരലൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അഡ്ജസൻ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? അഡ്ജസൻ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഈ ABയും ADയും അഡ്ജസൻ്റ് സൈഡ്സ് ആണ് അല്ലേ? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്ത 2 അഡ്ജസൻ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? ഈ CDയും അതുപോലെ ഈ BCയും അഡ്ജസൻ്റ് സൈഡ്സ് ആണ് അല്ലേ? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. AB ഈക്വൽ ടു AD, BC ഈക്വൽ ടു CD. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? നമ്മൾ 6 ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് പഠിച്ചു. ട്രപ്പീസിയം, പാരലലോഗ്രാം, റെക്റ്റാങ്കിൾ, സ്ക്വയർ, റോംബസ്, കൈറ്റ്. എല്ലാവർക്കും ഈ 6 ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. താങ്ക്